കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വികസനത്തിന്റെ പുതിയ മുഖവുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാങ്കേതിക വിദഗ്ധനും മികച്ച സംരംഭകനുമായ അദ്ദേഹം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുകയാണ്. എന്താണ് രാജീവ് ചന്ദ്രശേഖരനെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അതിനുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ തന്നെയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായ ഇന്റലിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത്, ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന് അടിത്തറ പാകിയ ചിന്താഗതി, ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ ജീവിതവുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് തെളിയിച്ച വ്യക്തിയാണ്. മറ്റു നേതാക്കൾ വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങും ഡാറ്റയും മുൻനിർത്തി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. ബി.ജെ.പിയും എൻ.ഡി.എയും ഈ ഇലക്ഷൻ ഞങ്ങൾ ഇറങ്ങി പറയുന്ന ഒരു മുദ്രാവാക്യം, മാറാത്തത് മാറും, ഇനി കേരളം വളരും. ഒരു വികസിത കേരളമാണ് ജനങ്ങളുടെ ആവശ്യം. IT, സ്കിൽ ഡെവലപ്മെന്റ് എന്നീ വകുപ്പുകളുടെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയെ ലോകത്തിന്റെ ഡിജിറ്റൽ ഹബ്ബാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി കേരളത്തിൽ നിന്ന് വന്നാൽ സംസ്ഥാനത്തെ IT മേഖലയിലും തൊഴിലവസരങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് സംസ്ഥാനത്ത് തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭ്യമാക്കാനും വൻകിട ആഗോള കമ്പനികളിലെ കേരളത്തിലേക്ക് ആകർഷിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കഴിയും. പാരമ്പര്യ രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് മാറി ഒരു പ്രൊഫഷണൽ ലീഡർഷിപ്പ് കേരളം ആഗ്രഹിക്കുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ മണ്ഡലം അതിന് ഉത്തരം നൽകും. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.